ഫുള്ള് പറഞ്ഞു. നമ്മള് ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് ടെങ്ക് മർഗ് വാലി. അവിടെയാണ് ഡ്രങ്ക് വാട്ടർഫോൾസ് ഉള്ളത്. ഈ ഡ്രങ്ക് വാട്ടർഫോൾസ് വിന്റർ സമയത്ത് എന്ത് ചെയ്യും, ആ വാട്ടർഫോള് സ്നോ ആയിട്ട് മാറും. ഈ സമയത്ത് അതെന്തില്ല, നോർമലാണ്. ഗുൽമർഗ് പോകുന്ന റൂട്ട് അല്ലേ? ഗുൽമർഗിൽ പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വാഹനം കടത്തി വിടൂല വിന്റർ സമയത്ത്. സ്നോഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പുകളിലൊക്കെ ബൂട്ടും കോട്ടും റെന്റിന് എടുത്തിട്ടാണ് ഇവിടുന്ന് പോവുക വിന്റർ സമയത്ത്. ഈ സമയത്ത് അത്ര തണുപ്പില്ല, അതുകൊണ്ട് നോർമൽ മതിയാവും. വൈറ്റ് ആയിരിക്കും ഇവർക്ക് ഇങ്ങനെ ഈ മൊട്ടക്കുന്നുകളില്ലേ, ശരിക്കും ചെറിയൊരു കുന്നുണ്ട് ഇവിടെ ഊട്ടിയില്. ഞങ്ങളെ തിരുവനന്തപുരത്ത് മറ്റേ നമ്മൾ ഇവിടെ ഗുൽമർഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ പേര് ഗൊണ്ടോള കേബിൾ കാർ സർവീസസ്. അങ്ങനെ ഇത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ കേബിൾ കാർ സർവീസസ് എന്നാണ്. ഏറ്റവും വലിപ്പത്തിൽ രണ്ടാമത്തെ. ആദ്യത്തെ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. 2 ഫേസ് ഉണ്ട്. ഒരെണ്ണം ത്തിന് 800 രൂപ, പിന്നെ സെക്കൻഡ് വൺ 1000 എത്രയാണ് അങ്ങനെ. അപ്പം 1000-ൻ്റെ എടുത്താൽ എന്തൊക്കെയോ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ സമ്മർ സീസണിൽ കാശ്മീരിൽ വന്നിട്ട്, അതായത് ഏറ്റവും മഞ്ഞുള്ള ഒരു പ്ലേസായിട്ട് കണ്ടത് ഇവിടെ കേട്ടോ, ഗുൽമർഗാണ് കേട്ടോ. കണ്ടോ, ഫോഗ് ഫുള്ള് മൂടി കിടക്കുവാണ്. അതായത് ഇവിടുത്തെ സമ്മർ എന്ന് പറയുന്നത് നോർമലി ഇത്രയുള്ള ഒരു ഫോഗ് മൂടി കിടക്കുന്ന സ്ഥലത്തിന് അവർ സമ്മർ എന്ന് പറയുന്നത്. കണ്ടോ, വിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫുൾ ഐസായിട്ട് നമുക്ക് ഐസ് പെറുക്കി കഴിക്കാൻ പാകത്തിൽ, അല്ലെ ഓടിച്ചെടുക്കാൻ പാകത്തിലാണ്. അതാണ് അവരുടെ വിൻ്റർ. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ വിൻ്റർ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വിൻ്ററാണ്. ഇതാ കണ്ടോ, കേബിൾ കാർ സർവീസസ് പോകുന്ന കാണാമല്ലോ, നോക്ക്. ഇത് ഞാൻ കരുതി സെയിൽ ചെയ്യാൻ വന്നതാണ്. അതാ മൈൻഡ് ഉണ്ടെന്ന്. നമ്മുടെ കൂടെയുള്ള ആള് നമുക്ക് കോഫി കൊണ്ട് തന്നെ കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് ഇത്രയും ദിവസം പോയതിൽ ഇത്രയും മഞ്ഞ് സ്നോഫോൾ ഉള്ളത് ഇവിടെ തന്നെ കേട്ടോ. നോക്കി, സോ നൈസ്. സോ പോലും ഫോണ് പിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് എൻ്റെ കൈയുടെ ഫിംഗർ പ്രിൻറ്റ്സ് വരെ തണുപ്പ് കാരണം മാറി ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളും ഇവിടുത്തെ മസ്റ്റ് വാച്ചായ ഈ കേബിൾ കാർ സർവീസസ് ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഇനി മുൻപോട്ട് വരുന്ന കാഴ്ചകളെല്ലാം ഞാൻ ഈ കേബിൾ കാറിലിരുന്ന് ഷൂട്ട് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മൾ മുൻപോട്ട് പോയി. ഈ കേബിൾ കാർ ഇറങ്ങി നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് തരും അവർ. അത് കഴിഞ്ഞ് നമുക്ക് അവിടെയുള്ള കുറച്ച് സീനറി എല്ലാം കണ്ട് നമുക്ക് വീണ്ടും ബോർഡ് ചെയ്ത് താഴേക്ക് നമ്മൾ ആദ്യം ബോർഡ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വരാം. ഇത് കണ്ടോ, ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വൈൽഡ് ഫ്ലവറാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. നമ്മളങ്ങനെ ഗുൽമർഗിൻ്റെ ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് കണ്ട, ഐ ലവ് ഗുൽമർഗ്. ഇത്
ഫോഗൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയ ഒരു പ്ലേസാണ്. നോക്ക്, ഗുൽമർഗിൻ്റെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ മുൻഭാഗമാണ്. ഫോഗുണ്ട് ബാക്കോട്ട്, എന്നാലും അപ്പോൾ ഗുൽമർഗിൽ നിന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് നെക്സ്റ്റ് ട്രാവൽ ചെയ്തത്. ഇതാ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ നടകൾ കയറി, സ്റ്റെപ്പ് കയറി, എത്ര കൗണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോഴാണ് കേട്ടോ ഈ ടെമ്പിളിൻ്റെ നമ്മുടെ സന്നിധി അവിടെ എത്തിച്ചേരുക. അപ്പോൾ ആ ടെമ്പിളിലേക്ക് കയറുന്ന സ്ഥലത്തുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ, അതിൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളാണ്. ഇത് അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്ന പൊസിഷൻ. ഇത് നമ്മുടെ കൂടെയുള്ള മലയാളി ഫാമിലിയാണ് കേട്ടോ. നോക്കി, ഇത് ആ ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ ഒരു സൈഡിൽ കാണുന്ന വ്യൂ ആണ്. വലിയ തണുപ്പൊന്നുമില്ല, വലിയ ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം തണുപ്പ് തന്നെ ആയിരുന്നു. കാര്യം സണ്ണി ഇടയായിട്ട് കാണുന്നുണ്ട് എങ്കിലും അവിടെ നല്ല തണുത്ത കാറ്റ് വീശുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് അവിടെ പോയിട്ടിരിക്കാം. ഈ മലകളിൽ നിന്നൊക്കെ വരുന്ന കാറ്റ് ഡയറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് തന്നെ അടിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലിറ്ററലി നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വേറൊരു സൈഡാണ് ടെമ്പിളിൽ നിന്ന് നോക്കുമ്പോൾ അടുത്തുള്ളൊരു ലേക്കാണ്. നല്ല പിക്ചർ പെർഫെക്റ്റ് വ്യൂ അല്ലേ, നോക്കിയേ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ അതുപോലെയൊക്കെ ഉണ്ട് അല്ലേ, എനിക്ക് അങ്ങനെയും തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പം നോക്കുന്ന സമയത്ത്. സ്വിറ്റ്സർലൻഡ് പോലെ തന്നെ ഭൂമിയിലെ മറ്റൊരു സ്വർഗം തന്നെയാണ് കേട്ടോ കാശ്മീർ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് കാലം ഇവിടെ താമസിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ, ലവ് യു ഓൾ, ബൈ ബൈ.